ഹലോ! ബേക്സ് ഫെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ബ്രെഡാണ്. ഇതിൽ ഞാൻ ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ബ്രെഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നമുക്ക് ബ്രെഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചെറു ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഈസ്റ്റ് പ്രവർത്തിക്കുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. അപ്പം നമുക്ക് അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥയൊക്കെയാണല്ലോ. അപ്പം ചെറു ചൂടുവെള്ളം കൊടുത്താൽ അടിപൊളിയായിട്ട് അത് പൊങ്ങി വരും. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് പൊടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അതിലേക്ക് ഞാൻ 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് അടിപൊളിയായിരിക്കും. അപ്പൊ ഇത് നമ്മൾ കൈയിട്ട് ഇളക്കാതിരിക്കുക. കൈയിട്ട് ഇളക്കിയാൽ മൊത്തം നമ്മുടെ കയ്യിലാവും, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇളക്കുമായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഈ വിസ്ക് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന പഞ്ചസാരയാണ്. ഞാനൊരു 5 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. നമ്മുടെ പഞ്ചസാരയുടെ മധുരവും ഉപ്പും കൂടി ഒക്കെ ഒന്ന് ബാലൻസ് ആവാനാണ്. അതിലേക്ക് നമ്മൾ 1 മുട്ടയാണ് എടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ അത്രയും മതിയാവും. ഇനി നമ്മൾ അത് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ ആദ്യം മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ബ്രെഡിന് കണ്ടോ നല്ല ബ്രൗൺ കളർ അല്ലേ. ആ കളർ എനിക്ക് കിട്ടിയത് ഞാൻ പഞ്ചസാര കരിച്ച് ചേർത്ത് കൊടുത്തതാണ്. 4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഞാൻ കുതിർത്തി വെച്ചിരുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ വെള്ളത്തിൽ, അത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ. പക്ഷെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം തന്നെ കുറേ വെള്ളം ചേർത്ത് കുഴക്കരുത്. കുറേശ്ശെ വെള്ളം ചേർത്തേ കുഴക്കാവുള്ളൂ. ഇപ്പൊ കണ്ടോ എൻ്റെ ഇതിനകത്ത് ഇത്തിരി വെള്ളം കുറവാണ്. അപ്പൊ ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്താണ് ഇത് കുഴക്കുന്നത്. നന്നായിട്ട് മിക്സ് ആവണം. മിക്സ് ആകുമ്പോൾ ഈ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൈദ എല്ലാം കട്ട കൂടി കിടക്കാൻ പാടില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ഗ്ലൂട്ടൻ ഫോർമേഷൻ നന്നായിട്ട് നടന്നാലാണ് നമ്മുടെ ബ്രെഡ് അടിപൊളിയായിട്ട് വരത്തുള്ളൂ. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗ്ലൂട്ടൻ ഫോർമേഷൻ നന്നായിട്ട് നടക്കും. വല പോലെ ഇങ്ങനെ നീണ്ടു കിടക്കും കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ കറുത്ത മുന്തിരി, മഞ്ഞമുന്തിരി, അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പ് അടിപൊളിയായിരിക്കും ഇത്ര ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 30 ഗ്രാം വെച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. വല പോലെയായി, അതായത് ഗ്ലൂട്ടൻ ആയി എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇളക്കിയാൽ മതിയാവും. ഈ വല പോലെ ആയ ഒരു കൺസിസ്റ്റൻസി ആയ നമ്മുടെ ബ്രെഡ് റെഡിയാണ്. നമ്മളത് ഫസ്റ്റ് റൈസിന് വെക്കണം. അപ്പം ഞാനൊരു പാത്രത്തിൽ എണ്ണ തേച്ച് വെച്ചേക്കുവാണ്. അതിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പോലത്തെ എന്തെങ്കിലും ഒരു വടിക്കുന്ന എന്തെങ്കിലും ഒരു ടൂളുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ വെച്ച് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ വക്ക് വരെ പൊങ്ങി അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് എല്ലാം കയറി നല്ല ബ്രൗണിഷ് കളറായിട്ട് ഇരിപ്പുണ്ട്. ഇതുപോലെ നമുക്ക് പൊങ്ങി വരും കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ ചിലപ്പോൾ ചില കാലാവസ്ഥയിൽ 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കാം. അപ്പൊ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിന്റെ വക്ക് വരെ പൊങ്ങുന്നതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ റൈസ്. അത് നോക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഇതിന്റെ വക്കൊക്കെ ഒന്ന് വെടിയിപ്പിച്ച് കൊടുക്കുകയാണ്. കാരണം ഇനി നമ്മൾ ഇതൊന്ന് പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പൊ ഞാനതെല്ലാം ഇങ്ങനെ സൈഡിൽ നിന്ന് വടിച്ചെടുക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു ചപ്പാത്തിക്കല്ലാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കിച്ചൺ ടോപ്പോ എന്തെങ്കിലും ഒരു ഗ്രാനൈറ്റോ എന്തെങ്കിലും സാധനത്തിന്റെ പുറത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എനിക്കിത് ഈ സ്ക്രാപ്പർ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഏകദേശം ഒരു തുല്യ അളവിൽ എനിക്ക് പാനിലേക്ക് മാറ്റാനും പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എന്താ അടിപൊളിയായിട്ട് അതിലേക്ക് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതൽ ഇട്ട് കൊടുക്കാം. പക്ഷെ ഒത്തിരി ഓവർ ആവരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡിന് ഇതെല്ലാം കൂടെ പൊക്കി എടുത്തുകൊണ്ട് വരണമല്ലോ ഇത്രയും നമുക്ക് റൈസായി കിട്ടാനായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഏകദേശം 30 എല്ലാം 30 വെച്ച് എടുത്താൽ മതിയാകും. കണ്ടോ ഞാൻ ഈ ഒരു പാനാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അലുമിനിയം പാനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് ആ ബ്രെഡിൻ്റെ അതേ ഷേപ്പിൽ കിട്ടും. ബ്രെഡ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരികയും ചെയ്യും. എന്നിട്ട് ഞാൻ ഈ പാൻ ഒരു കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബട്ടർ ഉപയോഗിച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം ഉപയോഗിച്ചും കോട്ട് ചെയ്യാൻ ബട്ടർ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഏകദേശം എൻ്റെ ഒരു 45 മിനിറ്റായി 3/4 ഭാഗത്തോളം പാനിൽ പൊങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന എള്ളാണ്. അപ്പോൾ ഈ ബ്രൗണിൽ വെള്ള എള്ള് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും, ഭയങ്കര അപ്പീലിംഗും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്ര എള്ളിട്ട് കൊടുക്കുന്നു. വളരെ രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ പാനിൽ മോള് വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് ബേക്ക് ചെയ്യാം. ഇതൊരു 25 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രിയിലാണ് കേട്ടോ. ഇത് അത്യാവശ്യം മോൾ ഭാഗം കരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ വെക്കരുത് കേട്ടോ. എന്റെ സൈഡൊക്കെ കണ്ടോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അടിപൊളിയായിട്ട് എല്ലാ സൈഡിലും വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അതിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.